ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൗനരാഗത്തിലെ ഇന്നത്തെ ഒരു പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ ചന്ദ്രസേനൻ്റെ പിറന്നാൾ ആഘോഷം വളരെ ഗംഭീരമായി തന്നെ ആഘോഷിക്കുകയാണ്. വളരെയധികം അലങ്കാരങ്ങളും അതേപോലെ വർണ്ണശോഭയോട് കൂടിയിട്ടൊക്കെയാണ് പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്, കല്യാണിയും കിരണൊക്കെ കൂടിയിട്ട്. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് CS വീട്ടിലേക്ക് വന്നിട്ട് അലങ്കാര പണികളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഈ പ്രാവശ്യത്തെ അച്ഛൻ്റെ പിറന്നാൾ നല്ല അടിപൊളിയായിട്ട് നടത്തുമെന്ന് പറയുമ്പോൾ ചന്ദ്രസേനൻ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ പിറന്നാൾ അങ്ങനെ പൂർണ്ണമായിട്ടെല്ലാം കൊണ്ട് ആവണമെന്നുണ്ടെങ്കിൽ മോൻ്റെ അമ്മ എൻ്റെ കൂടെ തന്നെ വരണം എന്ന് പറയുകയാണ്. അപ്പോൾ കല്യാണിയും കിരണൊക്കെ കൂടി പറയുന്നുണ്ട്, എന്തായാലും അടുത്ത കൊല്ലം അച്ഛൻ്റെ പിറന്നാളിന് അമ്മ അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, അത് ഞങ്ങൾ തരുന്ന വാക്കാണെന്ന് പറയുകയാണ്. അതേപോലെ ജുബാനയുടെ ബാപ്പയാണെന്നുണ്ടെങ്കിൽ സരയുൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ജുബാനയുടെ ബാപ്പയും അതുപോലെ സരയുൻ്റെ അച്ഛനും തമ്മിൽ കാണുന്നുണ്ട്. ഓൾറെഡി തന്നെ രാഹുലിന് ചെറിയ രീതിയിൽ തന്നെ മനോഹറിൻ്റെ പേരിലൊരു സംശയം വന്നിട്ടുണ്ട്. അപ്പോൾ ഇയാൾ വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോളുടെ ഭർത്താവാണ് ഈ റിയാസ് എന്ന് പറയുന്ന നിങ്ങളുടെ മോളുടെ ഭർത്താവായിട്ടുള്ള മനു എന്ന് പറയുകയാണ്. അവൻ ഇതേപോലെ കുറേ പെണ്ണുങ്ങളെ പറ്റിച്ചിട്ടുണ്ടെന്നും അങ്ങനെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ മുന്നേ തന്നെ സംശയമുണ്ടായിരുന്ന രാഹുലിന് ഇതും കൂടി കേട്ടോടുകൂടി ഇനി ഇവനെപ്പറ്റി കാര്യമായിട്ട് അന്വേഷിക്കണമേ എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തിയിരിക്കുകയാണ്. മനോഹറാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ആ ഒരു കൂട്ടുകാരനെ കാണാനായിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അവർക്ക് എന്നിൽ ചെറിയ സംശയം വന്നൊരു സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജുവാനയുടെ ബാപ്പേനെ കണ്ടിട്ടുണ്ടായിരുന്നത് സരയു കേട്ടിരുന്നു. അപ്പോൾ ഈ കാര്യം അവൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ സംശയമൊക്കെ വരുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ തീരുമാനമാക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ അതായിട്ട് കൂട്ടുകാരൻ പറയുന്നുണ്ട്, അങ്ങനെ സംശയം വരുന്നുണ്ടെങ്കിൽ നമുക്കതിന് മുമ്പ് തന്നെ കിട്ടാവുന്നതൊക്കെ എടുത്തിട്ട് നമുക്കിവിടുന്ന് മുങ്ങാമെന്ന് കൂട്ടുകാരനും ഉപദേശം നൽകുകയാണ്. അതേപോലെ കാണിക്കുന്നത് ചന്ദ്രസേനൻ്റെ പിറന്നാളായതുകൊണ്ട് രൂപയുടെ വീട്ടിലും അലങ്കാരങ്ങളും അതേപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പറയുകയാണ് നമ്മുടെ യാമിനി, അവിടെ കല്യാണിമോളും അതേപോലെ സോണിയമോളൊക്കെ ഉള്ളതുകൊണ്ട് അവരെ കൂടെ നമുക്കൊന്ന് പിടിച്ച് നിൽക്കണ്ടേ, അതിനുവേണ്ടി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ രൂപ പറയുന്നുണ്ട്, അവിടെ കല്യാണിയും സോണിയും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് അവരൊപ്പം പിടിച്ച് നിൽക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ് രൂപ ചന്ദ്രസേനൻ്റെ പിറന്നാളിൻ്റെ ദിവസം കാണപ്പെടുന്നത്. പിന്നീട് കാണിക്കുന്ന ചന്ദ്രസേനൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ആഘോഷങ്ങൾ ഏറ്റവും കൂടുതൽ നിറവിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ അവർ കമ്പുത്തിരി കത്തിച്ചിട്ടും മേശാപ്പ് കത്തിച്ചിട്ടൊക്കെ വളരെയധികം സന്തോഷത്തിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെയധികം ഹാപ്പിയാണ്. അപ്പോൾ ചന്ദ്രസേനൻ പറയുന്നുണ്ട്, എനിക്ക് ഇത്രയധികം സന്തോഷം എനിക്ക് ഉണ്ടായിട്ടില്ല, എനിക്ക് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സന്തോഷമൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ എനിക്ക് ഇന്നത്തെ ദിവസം ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അത്രയധികം സന്തോഷത്തിലാണെന്ന് പറയുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും ചിരിച്ച് കളിച്ചൊക്കെ ഇങ്ങനെ ആഘോഷിക്കുന്നതൊക്കെ നമ്മുടെ ചന്ദ്രസേനൻ്റെ കൂടെയുള്ള ഒരു കാര്യസ്ഥനുണ്ട്, അയാൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ അയാളൊക്കെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കിരൺ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് വരാനിരിക്കുന്ന മൗനരാഗത്തിൻ്റെ എപ്പിസോഡിൻ്റെ ചെറിയൊരു പ്രൊമോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഏറ്റവും പുതിയ മൗനരാഗത്തിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബായ്.